എൻ്റെ പേര് സ്നേഹ, വീട് കോന്നിയാണ്. ഞാനിവിടെ 2019 നവംബർ ബാച്ചായിരുന്നു ഫൗണ്ടേഷൻ്റെ. അപ്പം ഞാൻ +1 +2 സയൻസ് ആയിരുന്നു എടുത്ത് പഠിച്ചിരുന്നത്. അപ്പോൾ ഒരിക്കലും CAക്ക് പോകണം അല്ലെ CA ഒരു പാഷനാക്കി അല്ലായിരുന്നു കുഞ്ഞിലെ മുതലേ ഞാൻ വളർന്നു വന്നത്. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും കൊമേഴ്സ് എടുത്തേനെ. +1 പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ എന്നെ ഈ ഒരു പാത്തിലേക്ക് തിരിച്ചു വിടുന്നത്. CA എന്ന് പറയുന്ന കോഴ്സ് പരിചയപ്പെടുത്തുന്നതും IIT എന്നുള്ള ഇവിടുന്ന് ഞാൻ +2 പഠിച്ച കോളേജിലേക്ക് സ്കൂളിലേക്ക് കുറച്ച് ആൾക്കാർ വരികയും സംസാരിക്കുകയും അങ്ങനെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിയുകയും പിന്നെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് നോക്കി ഇവിടെ ഫൗണ്ടേഷന് അഡ്മിഷൻ എടുത്തു. ഒരു ബാക്കപ്പ് പ്ലാൻ എന്ന രീതിയിൽ ഞാൻ BSc ഫിസിക്സിനും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് എന്നെ കൊണ്ട് ഈ ഒരു കൊമേഴ്സ് ഫീൽഡ് പറ്റുന്നില്ലെങ്കിൽ അന്നേരം പിന്നെ അഡ്മിഷന് നോക്കിയാൽ കിട്ടത്തില്ല. അതുകൊണ്ട് BSc ഫിസിക്സിനും കൂടെ അപ്ലൈ ചെയ്തു. ഇവിടെ കയറി 1 മാസം ആയപ്പം ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ തന്നെ നിന്നത്. വീട്ടിൽ നിന്ന് വിളിച്ച സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതുപോലെ ട്രിവാൻഡ്രം മാറിവാനിയസ് കോളേജിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട് BSc ഫിസിക്സിന്, നീ വരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ വീട്ടിൽ നിന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഇത് തന്നെ നോക്കാം നമുക്ക്, എനിക്കിത് കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ പഠിച്ചു. ഞാൻ ഇവിടുത്തെ ഹോസ്റ്റലിലാണ് നിന്നത്. എനിക്കറിയില്ല വീട്ടിൽ നിന്നായിരുന്നെങ്കിൽ ഇത്രയും പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് ആ ഒരു സെമിനാർ ഹാളിൽ തന്നെയാണ് ഞാൻ ഫുൾ ടൈം ഇരുന്നത്. ആ സെമിനാർ ഹാളിൽ നിന്ന് ആകെ ഉറങ്ങാൻ നേരം മാത്രമായിരിക്കും റൂമിലേക്ക് വരുന്നത്. ഫുൾ ടൈം ആ സെമിനാർ ഹാളിൽ ആരെങ്കിലുമൊക്കെ ഗൈഡൻസിന് കാണും, സുബിത മിസ്സോ അന്നത്തെ വാർഡൻ ആൻറ്റി ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഗൈഡൻസിന് വേണ്ടി. അങ്ങനെ ഫുൾ ടൈം അവിടെ ഇരുന്ന് പഠിച്ചു. നവംബർ 2019 ഫൗണ്ടേഷൻ ക്ലിയറായി. അടുത്ത മെയ് അറ്റംപ്റ്റിൽ ഇന്റർ ക്ലിയറായി. ട്രിവാൻഡ്രത്ത് ആർട്ടിക്കിൾഷിപ്പ് ചെയ്തു. അതിനുശേഷം ആർട്ടിക്കിൾഷിപ്പിൻ്റെ കൂടെ ഞാൻ ഫൈനലിൻ്റെ ക്ലാസ്സസ് എടുത്തു. ഫസ്റ്റ് ഇയർ മുതലേ ക്ലാസ് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ മെയിൽ ഇപ്പം ഫൈനൽ അറ്റൻഡ് ചെയ്തു, ക്വാളിഫൈ ആയി. ഇതായിരുന്നു എൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഒരു കാര്യം പറയാനുള്ള, ആരെങ്കിലും ഒരു ഡൗട്ടായിട്ട് മനസ്സിലൊരു ഡൗട്ടോടു കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ, ഞാനും സെക്കൻഡ് ബാച്ച് ആയിരുന്നു ഫൗണ്ടേഷൻ്റെ. ഇവിടെ ഈ ക്ലാസ്സിൽ തന്നെയാണ് ഞാൻ ഇരുന്ന് പഠിച്ചത്. ഇതേ ക്ലാസ്സിൽ ഇതേ സൈഡിലൊക്കെ ഇരുന്നാണ് ഞാനും പഠിച്ചത്. അപ്പം എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അത് പറ്റും, അത് ഉറപ്പാണ്. ഇനി സയൻസ് എന്നോ കൊമേഴ്സ് എന്നോ അല്ലെ ഹ്യൂമാനിറ്റീസ് എന്നോ ഒരു വ്യത്യാസമില്ല. ഹാർഡ് വർക്ക് ഇട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. ബാക്കി കോഴ്സുകൾ പോലെയല്ല, നമ്മൾ കുറച്ചും കൂടി ഒരു വർക്ക് ചെയ്യണം ഈ ഒരു കോഴ്സിന് വേണ്ടി. നമുക്കൊരു എക്സാം എഴുതുമ്പോൾ അത് മനസ്സിലാവും അതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. അപ്പം വേറെ ഒന്നും ചെയ്യാനില്ല, ആ ബുക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, എല്ലാ പ്രോബ്ലവും വർക്കൗട്ട് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും നോക്കുക. പറ്റുമെങ്കിൽ നേരത്തെ RTP MTP അങ്ങനത്തെ ഫൗണ്ടേഷൻ ലെവലിൽ ഞാൻ അങ്ങനെ പറയുന്നില്ല, ഇന്ററിലേക്ക് വരുമ്പം RTP MTP എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുക. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടാതെ പോകത്തില്ല, എന്തായാലും കിട്ടും. അപ്പം ഹാർഡ് വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഭയങ്കരമായിട്ട് ഹോം സിക്നെസ് ഉള്ള ഒരാളാണ്. ഞാൻ +2 വരെ വീട്ടിൽ നിന്നു, വീട്ടുകാരുടെ കൂടെ മാത്രം നിന്ന് പെട്ടെന്ന് ഇത്രയും ഒരു സ്ട്രിക്റ്റ് എൻവയോൺമെന്റിലേക്ക് വന്നപ്പോൾ എനിക്ക് ആദ്യം ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. മിസ്സിനോട് ചോദിച്ചാൽ ഞാൻ എന്നും കരച്ചിലാണ് മിസ്സിൻ്റെ അടുത്ത് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ്. എന്നും ചോദിക്കും ഫോൺ തരുമോ, തരത്തില്ല, വീട്ടിലും വിടത്തില്ല. പക്ഷെ അതാണ് നല്ലത്, അങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടും അന്ന് അതൊരു ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇന്ന് എനിക്ക് വളരെ കുറഞ്ഞ സമയത്തിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെ ഇപ്പം സ്ട്രിക്റ്റ്, എന്തൊക്കെ പ്രൊഹിബിഷൻസ് ഇപ്പം വന്നാലും അതൊക്കെ നമ്മുടെ ഒരു കരിയറിന് വേണ്ടിയിട്ടാണെന്ന് മാത്രം ഓർത്താൽ മതി. അന്ന് ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സ് 20 മിനിറ്റ്സ് മാത്രമായിരുന്നു ഫോൺ. എനിക്കൊന്ന് ഇപ്പം കുറച്ചും കൂടി അതിലും അതെ. അസൈൻമെന്റ് അതൊരു നല്ല കാര്യമാണ്. അസൈൻമെന്റ് എന്തായാലും എഴുതണം. നമ്മൾ എത്ര ഫുൾ പഠിച്ചിട്ട് എഴുതാമെന്ന് വിചാരിച്ചിരുന്നാൽ അതൊരിക്കലും നടക്കത്തില്ല. നമ്മളെ കൊണ്ട് CA സിലബസിൽ ഈ ഫൈനൽ വരെ ആണെങ്കിലും എല്ലാം പഠിച്ചിട്ട് എക്സാം എഴുതാം അല്ലെ മോക്ക് ടെസ്റ്റ് എഴുതാമെന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്താൽ അതിൻ്റെ അങ്ങ് എഴുതി നോക്ക്. ചിലപ്പോൾ നമുക്ക് ഫെയിൽ ആവും മോക്ക് ടെസ്റ്റിൽ, കുഴപ്പമില്ല. മെയിൻ എക്സാമിൽ ഫെയിൽ ആവുന്നതിൽ എന്തുകൊണ്ട് നല്ലതാണ്, മോക്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. എൻ്റെ എക്സാമിൽ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫൈനലിൻ്റെ സെക്കൻഡ് ഗ്രൂപ്പ് ഞാൻ പഠിച്ച സമയത്ത് എല്ലാം ഒരു റൗണ്ട് റിവിഷൻ കഴിഞ്ഞു, എല്ലാം പഠിച്ചു എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് ഞാനൊരു എക്സാം എഴുതി മോക്ക് ടെസ്റ്റ്. അതിൽ എനിക്ക് കിട്ടിയത് 30 മാർക്കാണ് 100-ൽ ഒരു സബ്ജക്റ്റ്, ടാക്സിൻ്റെ സബ്ജക്റ്റിൽ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ടാക്സ് എൻ്റെ സ്ട്രോങ് ഏരിയ ആണ്, ഞാൻ എല്ലാം പഠിച്ചു, കുഴപ്പമില്ല, അഗ്രിഗേറ്റ് കയറാൻ എന്നെ ഹെൽപ്പ് ചെയ്യും എന്നാണ് വിചാരിച്ചത്. പക്ഷെ മോക്ക് എഴുതിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ പഠിച്ച രീതിയിലല്ല പഠിക്കേണ്ടത്. റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയത്തില്ല, അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. അപ്പം മോക്ക് കഴിഞ്ഞു, വീണ്ടും ഞാൻ ഒന്നും കൂടി എല്ലാം പഠിച്ചു.
അങ്ങനെയാണ് ക്ലിയർ ആയത്. അപ്പം നമുക്ക് വൺസ് മോക്ക് എഴുതിയാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എങ്ങനെയാണ് നമ്മുടെ ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻ എന്താണെന്നുള്ളത്. ഇല്ല, ഫൗണ്ടേഷനിൽ വരുമ്പോൾ മാത്സ് എന്ന് പറയുന്ന പേപ്പർ കുറേ പേർക്ക് എനിക്ക് ഒന്ന് ടഫ് വരും. പക്ഷെ സയൻസുകാർക്ക് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഈ ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ ഒക്കെ ഇതിൻ്റെ കൂടിയ സംഭവങ്ങളാണ് +1 +2 ചെയ്തിട്ടുള്ളത്. അത്രയും ലെവൽ വരത്തില്ല ഫൗണ്ടേഷനിൽ വരുമ്പോൾ. അപ്പം അതെന്തായാലും ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നിങ്ങൾക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യാം. എന്നെ ഫൗണ്ടേഷനിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ സോണിയാണ്. എൻ്റെ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്നത്. ആള് കൊമേഴ്സ് ആയിരുന്നു, ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരുന്നു. അപ്പം ഞാൻ ആൾക്ക് മാത്സ് പഠിപ്പിക്കും, ആളെനിക്ക് അക്കൗണ്ട്സ് പഠിപ്പിച്ചു തരും. അങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. അപ്പം നിങ്ങൾക്ക് പറ്റിയ ഒരു സ്റ്റഡി പാർട്ട്ണറിനെ കണ്ടുപിടിക്കുക. ഹോസ്റ്റലിലുള്ളവർക്ക് പ്രത്യേകിച്ച് അത് പറ്റും എന്തായാലും, നമ്മൾ ഫുൾ ടൈം അവിടെ തന്നെ അല്ലേ. അപ്പം അങ്ങനെ ഒരു ആളെ കണ്ടുപിടിക്കുക. അല്ലെ അങ്ങനെ പറ്റാത്തവർക്ക് സ്വയമായിട്ട് കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക, എന്തായാലും പറ്റും. ലോ എന്ന് പറയുന്ന പേപ്പർ സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ലോ പേപ്പർ രണ്ടാൾക്കാർക്കും പുതിയ പേപ്പറാണ്. അത് തിയറിയാണ്. ലോയുടെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന പോലെ എഴുതണം, എങ്കിലേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ആ പ്രൊവിഷൻസ് എഴുതുമ്പോൾ ഇപ്പം ആസ് പെർ സെക്ഷൻ 91 എന്ന് പറഞ്ഞ് എഴുതുമ്പം ആ സെക്ഷൻ 91 എങ്ങനെ കൊടുത്തിട്ടുണ്ടോ അത് എഴുതിയാലേ നമുക്ക് മാർക്ക് വീഴത്തുള്ളൂ. ICAയുടെ ഒരു അതങ്ങനെയാണ് അവർ ചെയ്യുന്നത്, സജസ്റ്റഡ് ആൻസറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം മാക്സിമം പ്രൊവിഷൻസ് ആദ്യം നല്ലപോലെ പഠിക്കുക. ആ ഒരു സെൻറ്റൻസ് എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അത് അങ്ങനെ തന്നെ. അതിനാകെ ഒരു വഴി ഞാൻ ചെയ്തിരുന്നത് എഴുതി പഠിക്കുക എന്നാണ്. എഴുതി ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പഠിച്ചു, അത് കഴിഞ്ഞ് നാളെ അടുത്ത പഠിച്ചു കഴിയുമ്പം ഇന്നിത് തന്നെ എഴുതി നോക്കണം, ബുക്കൊന്നും എടുക്കണ്ട. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ചില റാൻഡമായിട്ട് ഓരോ സെക്ഷൻ ഓർത്തിട്ട് അത് എഴുതി നോക്കുമ്പോൾ എഴുതാൻ പറ്റുന്നുണ്ടോ, ഫുൾ എഴുതിയിട്ട് ബുക്കുമായിട്ട് കമ്പയർ ചെയ്യണം. ഏതൊക്കെ വാക്കുകൾ അതിൽ മിസ്സിങ് വരുന്നു അത് മാർക്ക് ചെയ്ത് വീണ്ടും എഴുതണം. എത്ര എഴുതുന്നോ അതിനനുസരിച്ച് നമുക്ക് എക്സാമിന് എഴുതുമ്പോൾ ആ വേർഡ്സ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. അതാണ് എഴുതി പഠിക്കുക എന്നുള്ളതാണ് ഒരു മെയിൻ കാര്യം. പിന്നെ ആ പ്രൊവിഷൻ മനസ്സിലാക്കുക. ലോയുടെ ആൻസർ എഴുതേണ്ട രീതി സാർ പറഞ്ഞു കാണൂല. ആദ്യം പ്രൊവിഷൻ എഴുതുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു കേസ് ആയിരിക്കുമല്ലോ പറയുന്നത്, ഒരു കേസ് പറഞ്ഞിട്ട് നമ്മുടെ സജഷൻ ആയിരിക്കും അതിൽ ചോദിക്കുന്നത്. ആദ്യം നമ്മൾ ആക്റ്റിൽ ഇതെവിടെ പറയുന്നു, ആസ് പെർ സെക്ഷൻ ഇന്നത് പറഞ്ഞിട്ട് ആദ്യം ഒരു പാരഗ്രാഫ് അത് എഴുതുക. പിന്നെ ഇൻ ദ ഗിവൺ കേസ് ഇതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിലെ കാര്യം എഴുതുക. മൂന്നാമത്തെ ലൈൻ കൺക്ലൂഷൻ. ദെയർഫോർ എന്താ നമുക്ക് ആ കേസിൽ നിന്നുള്ള കൺക്ലൂഷൻ എന്നുള്ളത് ലാസ്റ്റ് ഒരു ലൈനൊക്കെ. ഇങ്ങനെ 3 പാരാ ഫോർമാറ്റ് ഫോളോ ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതിൽ പ്രാക്ടീസ് വേണം. നമ്മൾ കുറച്ചും കൂടി എഴുതി നോക്കിയാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ ലോയുടെ കാര്യം. ശരിക്കും ആ ഒരു ദിവസം എൻ്റെ ലൈഫ് ലോങ്, എൻ്റെ മരണം വരെ ഞാൻ മറക്കത്തില്ല. ആ ഒരു ദിവസം എന്ന് പറയുന്നത് എൻ്റെ പേരൻസ് സന്തോഷം കൊണ്ടും, ശരിക്കും ഞാൻ എക്സാജറേറ്റ് ചെയ്യല, എൻ്റെ മുറ്റത്തിറങ്ങി നിന്ന് നാട്ടിലുള്ള എല്ലാവരുടെ അടുത്തും പറയുവാണ് മോള് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി കേട്ടോ. ആ ഒറ്റ മൊമെൻറ്റ് മതി. നമുക്ക് ഡ്രോപ്പ് ചെയ്യണമെന്ന് പല പോയിന്റിലും തോന്നുന്നു സാർ പറഞ്ഞു. ഇന്റർ വരെ അല്ലെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് വരെ അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഫൈനലിന് ശരിക്കും എനിക്ക് ഭയങ്കര ഒരു സ്ട്രഗിൾ ഫേസ് ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ ഒറ്റ മൊമെൻറ്റേ ആലോചിച്ചിട്ടുള്ളൂ, ഈ റിസൾട്ട് വന്നിട്ട് പേരൻസിൻ്റെ അടുത്ത് പറയുന്ന ആ ഒരു മൊമെൻറ്റ്. ശരിക്കും ആ ഒരു ദിവസം ഞാൻ വേറെ ഏതോ ലോകത്തായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ജൂലൈ 6th ജൂലൈ 7th ജൂലൈ 8th ഞാനൊരു റിയാലിറ്റിയിലേക്ക് വരുന്നത്. ഓക്കെ, യു ആർ എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ളൊരു റിയാലിറ്റിയിലേക്ക് വരുന്നത്. ആ ഒരു 2 ദിവസം ശരിക്കും ഭയങ്കര വലിയൊരു മൊമെൻ്റ് ആണ്. നിങ്ങൾക്ക് പഠിക്കാൻ എപ്പോഴെങ്കിലും ഒരു ഡീമോട്ടിവേറ്റഡ് ആയിട്ട് തോന്നുവാണെങ്കിൽ ആ ഒറ്റ മൊമെൻറ്റ്, എല്ലാവർക്കും ഇതാവണമെന്നില്ല. നിങ്ങൾക്ക് എന്താണ് മോട്ടിവേഷൻ? എപ്പോഴും ബാക്കിയുള്ളവർക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാം, പക്ഷെ അത് എപ്പോഴും ടെമ്പററി മോട്ടിവേഷനാണ്. ചിലപ്പോൾ സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റിൽ അത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ നമ്മളെപ്പോഴും നമുക്ക് എന്താണ് ഒരു സെൽഫ് മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്നുള്ളത് കണ്ടുപിടിക്കണം. എനിക്കെപ്പോഴും എൻ്റെ പേരൻസിൻ്റെ അടുത്ത് റിസൾട്ട് പറയുന്ന ആ ഒരു മൊമെൻ്റ് ആയിരുന്നു ഞാൻ മനസ്സിലെപ്പോഴും. എന്ന് ഞാൻ ഫൈനൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ആ ഒറ്റ മൊമെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സെൽഫ് മോട്ടിവേറ്റിംഗ് ആയിട്ട് എന്താ ഉള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അപ്പം